ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ, നമ്മൾ ഓരോരോ ഓക്സിലറി വെർബ്സും വെച്ചുകൊണ്ടാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡൂവും ഡെസ്സും ഹാവും ഹാസും ഹാസ്ബീനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും കാണണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഡാണ്. അപ്പോൾ ഡിഡ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ മെത്തേഡ് നോക്കാം. അപ്പോൾ ഡൂവിലും ഡെസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഈ ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണെന്ന് എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്ത് വേണം, സബ്ജക്റ്റ് വേണം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹി ഷീ ഇറ്റ് സിംഗുലർ പ്ലൂറൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വെർബ് V1 ഫോമിലായിരിക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊരു സെൻറ്റൻസ് ആക്കി മാറ്റുക എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് അവൻ കളിച്ചു. അവൻ കളിച്ചു എന്നുള്ള ആ ഒരു സെൻറ്റൻസ് നോക്കൂ. ഇവിടെ സബ്ജക്റ്റ് അവനാണ്. സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ, കഴിഞ്ഞു പോയ കാര്യമല്ലേ നമ്മൾ പറയുന്നത്. അപ്പം അവൻ കളിച്ചു എന്ന് പറയുമ്പം ഹി ഡിഡ് പ്ലേ. ശരിക്കൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഹി ഡിഡ് പ്ലേ എന്നാണ്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല അല്ലേ. നമ്മൾ ഇപ്പം ഫസ്റ്റ് ഫോം പഠിച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ നമ്മൾ ഓക്സിലറി വെർബ്സിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒന്ന് ഷോർട്ടാക്കിയിട്ടാണ് എഴുതാറ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ ആയിരിക്കും, ഹി പ്ലേഡ്. ഹി പ്ലേഡ്, അവിടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ പ്ലേക്ക് ഇ ഫോം യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡെസ്സിൻ്റെ സമയത്ത് നമ്മൾ വെർബിനൊരു എസ് യൂസ് ചെയ്തുകൊണ്ട് പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അത് കാണണം കേട്ടോ, എങ്കിലേ ഞാൻ പിന്നെ റിപ്പീറ്റാക്കി പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഇപ്പം നമ്മൾ പറയുന്നത്, പക്ഷേ അവിടെ ഡിഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ഹി പ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെർബ് എന്തായി മാറും, V2 ഫോമിലായി മാറും. ക്ലിയർ ആയോ? അപ്പോൾ സെൻറ്റൻസ് നോക്കൂ, അവൻ കളിച്ചു. ഹി ഡിഡ് പ്ലേ എന്നുള്ളത് ഹി പ്ലേഡ് എന്നായി മാറി. അതുപോലെ വേറൊരു സെൻറ്റൻസ് നോക്കൂ, അവൾ പോയി. ഷീ ഡിഡ് ഗോ, അതെന്തായി മാറും, ഷീ വെൻറ്റ് എന്നാവും അല്ലേ. നമുക്കറിയാം V2 ഫോം എന്താണ്, വെൻറ്റ് എന്നാണ്. അപ്പം ഷീ വെൻറ്റ് എന്നായി. അതുപോലെ അവർ എഴുതി, എങ്ങനെയായിരിക്കും, ദേ റോട്ട്. ദേ റോട്ട്, അവിടെ ഡിഡ് വരികയാണെങ്കിൽ റൈറ്റ് എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയാറില്ല എന്ന് പറഞ്ഞു. അവിടെ കറക്റ്റായിട്ട് നമ്മൾ ഡിഡ് അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ പറയണം, ദേ റോട്ട്. ദേ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഴുതി എന്നാണ്. ഇനി നോക്കൂ, സുനിൽ വന്നു. സുനിൽ വന്നു. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെ പറയും, സുനിൽ കെയും. സുനിൽ കെയും, സുനിൽ വന്നു. അപ്പോൾ ഇവിടെ കമ്മിൻ്റെ V2 കെയും ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ പഠിച്ചു, വി സ്റ്റഡീഡ്. വി സ്റ്റഡീഡ്, ഞങ്ങൾ പഠിച്ചു. ഇവിടേക്ക് നമ്മൾ ഡെഡിനെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഈ സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് നെഗറ്റീവിലോട്ടാക്കാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, അവൻ കളിച്ചില്ല. അവൻ കളിച്ചില്ല. അപ്പോൾ എങ്ങനെ പറയും നമ്മൾ, ഹി ഡിഡ് നോട്ട് പ്ലേ. ഹി ഡിഡ് നോട്ട് പ്ലേ, നമുക്കറിയാം നമ്മൾ ഓക്സിലറി വെർബ്സിൻ്റെ കൂടെ നമ്മൾ നോട്ട് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അതിനെ ഷോർട്ടാക്കുമ്പം ഹി ഡിഡിൻറ്റ് പ്ലേ, അവൻ കളിച്ചില്ല. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ, അവൾ പോയില്ല. അവൾ പോയില്ല എന്നിങ്ങനെ പറയും, ഷീ ഡിഡിൻറ്റ് ഗോ അല്ലേ. ഷീ ഡിഡിൻറ്റ് ഗോ, ഷീ ഡിഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയില്ല. അതുപോലെ അവർ എഴുതിയില്ല. അവർ എഴുതിയില്ല, ദേ ഡിഡിൻറ്റ് റൈറ്റ്. ദേ ഡിഡിൻറ്റ് റൈറ്റ്. നമ്മൾ ഡിഡിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെർബ് V1 ഫോമിലായിരിക്കണം. അതുപോലെ നോക്കൂ, സുനിൽ വന്നില്ല. സുനിൽ വന്നില്ല എങ്ങനെ പറയൂ, സുനിൽ ഡിഡിൻറ്റ് കം. സുനിൽ ഡിഡിൻറ്റ് കം, സുനിൽ വന്നില്ല. അതുപോലെ ഞങ്ങൾ പഠിച്ചില്ല. ഞങ്ങൾ പഠിച്ചില്ല, സിമ്പിളായിട്ട് പറയാൻ പറ്റും, വി ഡിഡിൻറ്റ് സ്റ്റഡി. വി ഡിഡിൻറ്റ് സ്റ്റഡി, ഞങ്ങൾ പഠിച്ചില്ല. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും, സിമ്പിളായല്ലേ, നമുക്കറിയാമല്ലേ. ഇപ്പോൾ അവൻ കളിച്ചോ എന്നെങ്ങനെ ചോദിക്കും, അവൻ കളിച്ചോ. ഡിഡ് ഹി പ്ലേ. ഡിഡ് ഹി പ്ലേ ഓക്സിലറി ഫസ്റ്റിൽ വരും. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറിനൊക്കെ ആ സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പം ഡിഡ് ഹി പ്ലേ, അവൻ കളിച്ചോ. ഇനി ചോദിക്കുകയാണ്, അവൾ പോയോ. അവൾ പോയോ എങ്ങനെ ചോദിക്കും, ഡിഡ് ഷീ ഗോ. ഡിഡ് ഷീ ഗോ, അവൾ പോയോ. നെക്സ്റ്റ് നോക്കൂ, അവർ എഴുതിയോ എങ്ങനെ ചോദിക്കും, ഡിഡ് ദേ റൈറ്റ്. ഡിഡ് ദേ റൈറ്റ്, അവർ എഴുതിയോ. നെക്സ്റ്റ്, നിങ്ങൾ പഠിച്ചോ. നിങ്ങൾ പഠിച്ചോ
ഞങ്ങൾ പഠിച്ചോ എന്ന് ചോദിക്കില്ല, നിങ്ങൾ പഠിച്ചോ എന്ന് ചോദിക്കും അല്ലേ. ഡിഡ് യു സ്റ്റഡി, ഡിഡ് യു സ്റ്റഡി, നിങ്ങൾ പഠിച്ചോ. ഇനി നമുക്കിത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ആക്കണമെങ്കിലോ, സിമ്പിൾ അല്ലേ. സുനിൽ വന്നില്ലേ, സുനിൽ വന്നില്ലേ എങ്ങനെ ചോദിക്കും. ഡിഡ് നോട്ട് സുനിൽ കം, ഡിഡ് നോട്ട് സുനിൽ കം. അതിനെ ഷോർട്ടാക്കുമ്പം ഡിഡിൻ്റെ സുനിൽ കം, സുനിൽ വന്നില്ലേ. നിങ്ങൾ പഠിച്ചില്ലേ, നിങ്ങൾ പഠിച്ചില്ലേ എങ്ങനെ ചോദിക്കും. ഡിഡിൻ്റ് യു സ്റ്റഡി, ഡിഡിൻ്റ് യു സ്റ്റഡി, നിങ്ങൾ പഠിച്ചില്ലേ. നെക്സ്റ്റ് നോക്കൂ, അവർ എഴുതിയില്ലേ, അവർ എഴുതിയില്ലേ എന്നെങ്ങനെ ചോദിക്കും. ഡിഡിൻ്റ് ദേ റൈറ്റ്, ഡിഡിൻ്റ് ദേ റൈറ്റ്, അവർ എഴുതിയില്ലേ. അപ്പോൾ ഇതുപോലെ മറ്റ് സെൻറ്റൻസുകളൊക്കെ നെഗറ്റീവ് ക്വസ്റ്റ്യനിലാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കട്ടോ കഴിയുന്നവരൊക്കെ. അതുപോലെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് നെഗറ്റീവിലും ക്വസ്റ്റ്യനൊക്കെ ആക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.